ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സീരീസിലെ എപ്പിസോഡ് 2 എല്ലാവർക്കും സ്വാഗതം. സോ ലാസ്റ്റ് ഒരു വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഡെറിവേറ്റീവ്സ് എന്നും അതുപോലെ തന്നെ എന്താണ് ഫ്യൂച്ചേഴ്സ് എന്നും എന്താണ് ഓപ്ഷൻസ് എന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. സഡൻ ആയിട്ട് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യാവുന്നതാണ്. അതായത് ഡെറിവേറ്റീവ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഏതിൽ നിന്നാണ്? അണ്ടർലൈങ് അസറ്റിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ലെറ്റ്സ് സേ മിൽക്കിന്റെ ബൈ പ്രൊഡക്ട്സും മിൽക്കിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നതാണ് മിൽക്കിന്റെ ബൈ പ്രൊഡക്ട്സ്. അപ്പോൾ മിൽക്കിന്റെ വില കൂടുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഈ ബൈ പ്രൊഡക്ട്സിന്റെ വില കൂടാനായിട്ട് ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു സ്റ്റോക്ക് ലെറ്റ്സ് സേ റിലയൻസ്, കഴിഞ്ഞ ദിവസം നമ്മൾ റിലയൻസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. റിലയൻസിന്റെ വില കൂടുമ്പോഴത്തേക്ക് ഇതിന്റെ ഡെറിവേറ്റീവ്സ് ആയിട്ടുള്ള ഓപ്ഷൻസിന്റെയും ഫ്യൂച്ചേഴ്സിന്റെയും പ്രൈസ് കൂടാനും കുറയാനും ഫ്ലക്ച്വേറ്റ് ചെയ്യാനായിട്ടുമുള്ള പ്രോബബിലിറ്റീസ് വളരെ ഹൈ ആണ്, കൂടുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അബൌട്ട് ഡെറിവേറ്റീവ്സ് അല്ലെ. നമ്മൾ ഇന്ന് മനസ്സിലാക്കാനായിട്ട് പോകുന്നത് ടൈപ്സ് ഓഫ് ഓർഡേഴ്സ്. അതായത് നമുക്കറിയാം ഇക്വിറ്റിയിൽ നമ്മളൊരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ, അതായത് സ്റ്റോക്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കത് സ്വന്തമാകുന്നുണ്ട്. അത് മാത്രമല്ല അതിനെ എങ്ങനെയൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാം എന്നുള്ളൊരു കാര്യം നമുക്കറിയാം അല്ലെ. അതുപോലെ തന്നെ ഡെറിവേറ്റീവ്സിലും അതായത് ഫ്യൂച്ചേഴ്സിലും ഓപ്ഷൻസിലും നമുക്ക് ബൈ ചെയ്യാനും സെല് ചെയ്യാനും കഴിയും. ബട്ട് എന്നാൽ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡിലാണ്. പലർക്കും ഇത് കറക്റ്റ് ആയിട്ട് അറിയില്ല, ഇതിന്റെ മീനിങ് എന്താണ്. ഓക്കെ ഫൈൻ, അതായത് കോൾ ഓപ്ഷൻ ബൈ ചെയ്തേക്കാം ഇല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ സെല് ചെയ്തേക്കാം എന്നൊക്കെ വിചാരിച്ച് ചുമ്മാതെ ഡയറക്ട്ലി മാർക്കറ്റിൽ കയറി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ ചെറിയൊരു സെഷൻ ആയിരിക്കും. ബട്ട് എന്നാൽ ടൈപ്സ് ഓഫ് ഓർഡേഴ്സ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് മാത്രമേ നമ്മൾ ഇവിടുന്ന് നെക്സ്റ്റ് എപ്പിസോഡിലോട്ട് പോവുകയുള്ളൂ. സോ നമുക്ക് നേരെ ചാർട്സിൽ പോയിട്ട് നന്നായിട്ട് തന്നെ അത് അങ്ങോട്ട് ഡിഫൈൻ ചെയ്ത് തരാവുന്നതാണ്. സോ ഇത് നമ്മൾ ലാസ്റ്റ് ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്ന നമ്മുടെ കോൾസ് ആയിരുന്നു, പ്രീമിയം ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന കോൾസ് ആയിരുന്നു. സോ നമുക്ക് അതിലോട്ട് പോകേണ്ട കാര്യമില്ല അല്ലെ. നിഫ്റ്റി ബാങ്ക് ഓക്കെ ഫൈൻ. ഇവിടെ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയിട്ടുണ്ടായിരുന്നത്. റിലയൻസില് സ്പോട്ട് ചാർട്ട് ഉണ്ട്. ഫൈൻ, ഇത് സ്പോട്ട് ചാർട്ട് ആണ്. അടുത്തൊരു എപ്പിസോഡ് എന്ന് പറയുന്നത് ടെർമിനോളജീസ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ആ ടെർമിനോളജീസ് എല്ലാം മനസ്സിലാവുന്നതാണ്. എന്നാൽ ഇവിടെ ഇത് പറഞ്ഞു തരികയാണ്, റിലയൻസിന്റെ റെഗുലർ ചാർട്ട് ഉണ്ടല്ലോ, നമ്മുടെ NSE നിന്ന് എടുക്കുന്ന ഇല്ലെങ്കിൽ നമ്മളിപ്പോ ട്രേഡിംഗ് വ്യൂവിൽ എടുക്കുന്ന ചാർട്ട്സോ എന്ത് തന്നെ ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ അതിനെ പറയുന്നത് സ്പോട്ട് ചാർട്ട് എന്നാണ് നമ്മൾ ബേസിക്കലി അതിനെ പറയുന്നത്. ഫൈൻ, അതിനെ നമ്മൾ പറയുന്നത് സ്പോട്ട് ചാർട്ട് എന്നാണ് നമ്മൾ പറയുന്നത്. സിയോ നമ്മളിവിടെ എത്തി. ലൈക്ക് റിലയൻസ് എന്ന് പറയുന്നു, റിലയൻസ് ഇന്ത്യ. ഓക്കെ ഫൈൻ ഗുഡ്. സി ഹിയർ റിലയൻസ് ഇന്ത്യയുടെ ഈ ഒരു സ്റ്റോക്കിനെ, ഈ ഒരു ചാർട്ടിനെ സി ഹിയർ നമ്മളത് ക്ലാസിന്റെ സെഷൻസ് കിടക്കുന്നതാണ്. ജസ്റ്റ് ലീവ് ഇറ്റ്. ഓക്കെ ഫൈൻ ഗുഡ്. സോ നമുക്ക് ഈ ഒരു ചാർട്ടിനെ, റിലയൻസിന്റെ നമ്മൾ റെഗുലർ എടുക്കുന്ന ചാർട്ടിലെ അതിനെ നമ്മൾ പറയുന്നതാണ് സ്പോട്ട് ചാർട്ട് എന്ന് നമ്മൾ ബേസിക്കലി പറയുന്നത്. അപ്പൊ റിലയൻസിന്റെ ഇതെന്താണ്? ഇത് ഏത് ചാർട്ടാണ്? സ്പോട്ട് ചാർട്ടാണ്. രണ്ടാമത്തെ കണ്ടോ, റിലയൻസ് SCP FUT. SCP FUT എന്ന് പറയുന്നത് എന്താണ്? സെപ്റ്റംബർ ഫ്യൂച്ചർ ആണ്. റിലയൻസിന്റെ സെപ്റ്റംബർ ഫ്യൂച്ചറിനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമുക്ക് എന്താണ്? ഫ്യൂച്ചർ ചാർട്ടാണ്, റൈറ്റ്. ദെൻ ഇതെന്താണ്? ഓപ്ഷൻസ് ചാർട്ട് ആണ്. ഓപ്ഷൻസിൽ കോൾ ഓപ്ഷൻ ചാർട്ട് എന്ന് തന്നെ പറയാൻ കഴിയും. ബട്ട് എന്നാൽ കറന്റ് ഓപ്ഷൻ ചാർട്ട് എന്ന് മാത്രം നിങ്ങൾ കറന്റ് മനസ്സിൽ ഓർത്തു വെക്കുക. ഫൈൻ. സോ നമുക്ക് ടൈപ്സ് ഓഫ് ഓർഡേഴ്സിലോട്ട് പോകാം. ടൈപ്സ് ഓഫ് ഓർഡേഴ്സ് ബേസിക്കലി ഇക്വിറ്റിയിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് രീതിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് കഴിയും അല്ലെ. ഇക്വിറ്റിയിൽ നമുക്ക് രണ്ട് രീതിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഇക്വിറ്റിയിൽ നമുക്ക് രണ്ട് രീതിയിൽ ട്രേഡ് ചെയ്യാൻ കഴിയും. ഫസ്റ്റ് വൺ എന്താണ്? നമ്മുടെ വ്യൂ ബുള്ളിഷ് വ്യൂ ആണ് എന്നുണ്ടെങ്കിൽ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോങ് പോകാൻ കഴിയും, ഇല്ലെങ്കിൽ ബൈ ചെയ്യാനായിട്ട് കഴിയും. ബൈ ചെയ്യും അല്ലെ. അതായത് മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ പോവുകയാണ് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ലോങ് പോകും, ഇല്ലെങ്കിൽ നമ്മൾ ബൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ബെയറിഷ് വ്യൂ ആണെങ്കിലോ, സിയർ ഞാൻ ബുള്ളിഷ് വ്യൂ എന്നും കൊടുക്കാം. ഇവിടെ നമുക്ക് ബെയറിഷ് വ്യൂ എന്ന് കൊടുക്കാം. ബെയറിഷ് ആണ് നമ്മൾ എന്താ ചെയ്യുന്നത്? ഷോർട്ട് സെല്ല് ചെയ്യും, ഇല്ലെങ്കിൽ ഷോർട്ട് ചെയ്യും എന്ന് നമ്മൾ പറയും അല്ലെ. ഇല്ലെങ്കിൽ നമ്മൾ സെല്ല് ചെയ്യുന്നു. ഷോർട്ട് സെൽ അല്ലെങ്കിൽ സെല്ല് എന്ന് നമ്മൾ ബേസിക്കലി പറയുന്നു. ഫൈൻ. ഇക്വിറ്റിയിൽ നമുക്ക് ഇത് മാത്രമാണ് ചെയ്യാനായിട്ട് കഴിയുക. ആണല്ലോ, പെർഫെക്റ്റ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തത് ഡെറിവേറ്റീവ്സ് ആയിട്ടുള്ള ഫ്യൂച്ചേഴ്സിൽ വേറെ ഒരു കൺസ്ട്രെയിൻ ഉണ്ട് നമുക്കിവിടെ. എന്താണ്? ബെയറിഷ് വ്യൂ വരികയാണെങ്കിൽ നമുക്ക് ഷോർട്ട് സെല്ല് ചെയ്യാം. പക്ഷേ എന്താണ്? ഷോർട്ട് സെല്ല് ചെയ്യുമ്പോഴത്തേക്ക് നോട്ട്, ഒരു നോട്ടൂടെ കൊടുത്തേക്ക അല്ലെ. നോട്ട് ഷോർട്ട് സെൽ ഓൺലി ഇൻ ഇൻട്രാഡേ, റൈറ്റ്. ഇൻട്രാഡേയിൽ മാത്രമാണ് നമുക്ക് ഷോർട്ട് സെല്ല് ചെയ്യാനായിട്ട് കഴിയുക. ഫൈൻ. അത് ചെറിയൊരു പ്രശ്നമല്ലേ നമുക്ക് അല്ലേ. ഷോർട്ട് സെല്ല് ചെയ്യാനായിട്ട് ഇൻട്രാഡേ മാത്രമേ പറ്റത്തുള്ളൂ ഇക്വിറ്റി ചെയ്യുന്നവർക്ക്. അതൊരു പ്രശ്നമാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ഡെറിവേറ്റീവ്സിലെ ഫ്യൂച്ചേഴ്സിലോട്ട് വരാം. ഫ്യൂച്ചേഴ്സിൽ എന്തൊക്കെ ടൈപ്സ് ഓർഡേഴ്സ് ഉണ്ടെന്ന് നോക്കാലോ. FUTURE.
ഫ്യൂച്ചേഴ്സ് ഫുൾ ക്യാപ്പ് കൊടുത്തേക്കാം അല്ലേ. ഫ്യൂച്ചേഴ്സിൽ ഫസ്റ്റ് വൺ നമുക്ക് ബുള്ളിഷ് വ്യൂ ആണ് എന്നുണ്ടെങ്കിൽ, റൈറ്റ്, ബുള്ളിഷ് വ്യൂ ആണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. എന്തായിരിക്കും? ലോങ് പോകാൻ പറ്റും, ഇല്ലെങ്കിൽ ബൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ ബെയറിഷ് വ്യൂ ആണെങ്കിലോ, അതുപോലെ തന്നെ ബെയറിഷ് വ്യൂ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷോർട്ട് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ സെല്ല് ചെയ്യാൻ പറ്റും. ഷോർട്ട് സെല്ല് എന്ന് പറയാം. ഓക്കെ ഫൈൻ, ഷോർട്ട് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ സെല്ല് ചെയ്യാനായിട്ട് പറ്റും. നോട്ട്, ഇവിടെ ഒരു നോട്ട് ഉണ്ട്. എന്തായിരിക്കും? ഷോർട്ട് സെല്ല് നമുക്കിവിടെ പൊസിഷനിൽ ചെയ്യാൻ പറ്റും. ഷോർട്ട് സെൽ ക്യാൻ ബി ഡൺ ഇൻ പൊസിഷൻ, റൈറ്റ്. ഇവിടെ പൊസിഷനിൽ നമുക്ക് ഷോർട്ട് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അബൌട്ട് ഇക്വിറ്റി ആൻഡ് ഫ്യൂച്ചേഴ്സ്. അപ്പം ഇക്വിറ്റിയും ഫ്യൂച്ചേഴ്സും നമ്മൾ വ്യത്യാസം മനസ്സിലായില്ലേ? വേറൊരു റീസൺ ആണ്. മറ്റേതെന്താണ്? മേജർ റീസൺ വേറെ ഉണ്ടായിരുന്നു. 6 ലക്ഷം രൂപയുടെ വെർത്ത് വരുന്ന റിലയൻസിന്റെ സ്റ്റോക്ക് നമുക്ക് ജസ്റ്റ് 1 lakh rupeesന് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫ്യൂച്ചേഴ്സിൽ നമുക്ക് ഇതാണ് ചെയ്യാനായിട്ട് കഴിയുക. ഡിഫറൻസ് മനസ്സിലായില്ലേ? ഒന്ന്, വളരെ കുറച്ച് ക്യാപിറ്റൽ മതി, അത് മാത്രമല്ല ഷോർട്ട് സെൽ ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാൽ ഇക്വിറ്റിയിൽ ഇൻട്രാഡേയിൽ മാത്രമേ പറ്റത്തുള്ളായിരുന്നു. എന്നാൽ ഇവിടെ നമുക്ക് പൊസിഷൻ, അതായത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഇന്ന് ഷോർട്ട് സെൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഹോൾഡ് ചെയ്ത് വെച്ചേക്കാനായിട്ട് പറ്റും. സോ ആ ഒരു ബെയറിഷ് വ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഹോൾഡ് ചെയ്ത് കീപ്പ് ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്നതാണ്. പ്രശ്നം ഇക്വിറ്റിയിൽ ഇപ്പൊ നമ്മൾ നിങ്ങൾക്ക് മനസ്സിലായി, മാർക്കറ്റ് നല്ല രീതിയിൽ ഫോൾ ചെയ്യാൻ പോവുകയാണ്, ഇല്ലെങ്കിൽ നാളെ വലിയൊരു ഗ്യാപ് ഡൗൺ വരാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാനും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇക്വിറ്റിയിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ആ ഒരു ഗ്യാപ് ഡൗൺ പിടിക്കാനായിട്ട് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്താണ് പിന്നെ പറ്റുക? നേരെ നമുക്ക് ഫ്യൂച്ചേഴ്സിലോട്ട് പോകാം. ഓപ്ഷൻസിലും പറ്റും. ഫസ്റ്റ് നമുക്കിപ്പം ഫ്യൂച്ചേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഫൈൻ. സോ ബാക്ക് ടു ചാർട്ട്. റൈറ്റ്. സോ ഹിയർ വി ഗോ വിത്ത് ഫ്യൂച്ചേഴ്സ്. അപ്പൊ മനസ്സിലായില്ലേ? ഫ്യൂച്ചേഴ്സിലെ 2 ടൈപ്പ് ഓർഡേഴ്സ് സെയിം ആണ്. ലൈക്ക് ഇക്വിറ്റി വെച്ച് നോക്കുമ്പോഴത്തേക്ക് സെയിം തന്നെയാണ്. ആകെ ഒരു മെയിൻ വ്യത്യാസം വരുന്നത് എന്താണ്? ഷോർട്ട് സെൽ ക്യാൻ ബി ഡൺ ഇൻ പൊസിഷൻ. മറ്റിടത്തോ നമുക്ക് പൊസിഷനിൽ പറ്റുന്നതായിരുന്നില്ല. അതാണ്. അടുത്തെന്ന് പറയുമ്പോഴോ ഓപ്ഷൻസിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ അതിനു മുമ്പ് വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഫൈൻ. ഓപ്ഷൻസ് just one sir. ഓപ്ഷൻസിൽ നമുക്ക് പറയുമ്പോഴത്തേക്ക് ബേസിക്കലി 2 ടൈപ്പ് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഫ്യൂച്ചേഴ്സ് പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് ലൈക്ക് ഒന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് എന്നാൽ ഓപ്ഷൻസിൽ നമുക്ക് 2 ടൈപ്പ് ഓപ്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോൾ ഓപ്ഷൻ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പുട്ട് ഓപ്ഷൻ. കോൾ ഓപ്ഷനും നമുക്ക് ഇതിനെ സിഇ എന്ന് പറയും, റൈറ്റ്. സിഇ എന്ന് പറയും, റൈറ്റ്. ഫസ്റ്റ് നമുക്ക് കോൾ ഓപ്ഷൻ ആണുള്ളത്. സോ നമുക്ക് കോൾ ഓപ്ഷൻ ഇവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ദെൻ നമുക്ക് എന്താണ് വേണ്ടത്? പുട്ട് ഓപ്ഷൻ ഉണ്ട്, റൈറ്റ്. പുട്ട് ഓപ്ഷൻ നമുക്കുണ്ട്. പുട്ട് ഓപ്ഷൻ ഇല്ലെങ്കിൽ പിഇ എന്ന് നമ്മൾ പറയുന്നതാണ് ഇതിനെ, റൈറ്റ്. പിഇ എന്ന് നമ്മൾ ഇതിനെ പറയും. സോ ഓപ്ഷൻസ് എന്ന് പറഞ്ഞു. ഓപ്ഷൻസ് തന്നെ 2 രീതിയുണ്ട്, ഇല്ലേ? രണ്ടെണ്ണം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെ? എന്നാൽ ഈ 2 എണ്ണത്തെ നമുക്ക് പിന്നെയും ഡൈസെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമുക്ക് കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യാനും കഴിയും. കോൾ സെൽ, ഇല്ല സെൽ കോൾ നമുക്ക് പറ്റുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ പുട്ട് ഓപ്ഷനിൽ നമുക്ക് ബൈ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനും കഴിയും. അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യാനും കഴിയും, റൈറ്റ്. പുട്ട് ഓപ്ഷൻ നമുക്ക് സെല്ല് ചെയ്യാനും കഴിയുന്നതാണ്. ഫൈൻ, മനസ്സിലായോ? നമുക്കൊരു ഫ്ലോ ചാർട്ട് പോലെ ആക്കാം. മൈറ്റ് ബി ഡയഗ്രാം അത്ര പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല. ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. സിയോ പുട്ട് ഓപ്ഷൻ 2 ടൈപ്പ് ഉണ്ട് നമുക്ക്. ഹിയോ 2 ടൈപ്പ് പുട്ട് ഓപ്ഷൻ പോകുന്നു. അവിടുന്ന് നമുക്ക് പിന്നെയും കോൾ ഓപ്ഷനിൽ നിന്ന് നേരെ 2 ടൈപ്പ് പോകുന്നു. സിയോ ഇപ്പോൾ കണക്ട് ആയില്ലേ? നിങ്ങൾക്ക് ഇപ്പോൾ കണക്ട് ആയില്ലേ? റൈറ്റ്. ഇങ്ങനെ ചെയ്യാൻ കഴിയും. പക്ഷേ ഇതിന് വ്യൂസും കൂടെ വേണ്ടേ, ഇല്ലേ? കോൾ ഓപ്ഷൻ ബൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുള്ളിഷ് വ്യൂ ഉള്ളപ്പോഴാണ് നമ്മൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നത്. സി ഡോണ്ട് വരി, ഇതൊക്കെ ഇൻ ഡെപ്തിലോട്ട് നമ്മൾ പോകുന്നതായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് ലൈക്ക് ഈ ടൈപ്പ് ഓഫ് ഓർഡേഴ്സ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ കോൾ ഓപ്ഷൻ ബൈ ചെയ്യുമ്പോഴത്തേക്ക് ബുള്ളിഷ് വ്യൂ ആയിരിക്കും നമുക്ക് ബേസിക്കലി ഉള്ളത്. കോൾ ഓപ്ഷൻ സെല് ചെയ്യുമ്പോഴത്തേക്കോ ബെയറിഷ് വ്യൂ ആണുള്ളത്, അല്ലെ? കോൾ ഓപ്ഷൻ സെല് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ബെയറിഷ് വ്യൂ ആണ് ബേസിക്കലി ഉള്ളത്. അതുപോലെ തന്നെ ഹിയോ പുട്ട് ഓപ്ഷൻ
സെല്ല് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ വ്യൂ എന്ന് പറയുന്നത് ബുള്ളിഷ് വ്യൂ ആണ്. പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ വ്യൂ എന്ന് പറയുന്നത് ബെയറിഷ് വ്യൂ ആണ്. മൈറ്റ് ബി നിങ്ങൾക്ക് ഇച്ചിരി കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുമായിരിക്കാം ഇപ്പോൾ, റൈറ്റ്? മൈറ്റ് ബി ഇപ്പോൾ ഇച്ചിരി കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുമായിരിക്കാം. ബട്ട് എന്നാൽ ടൈപ്പ് ഓഫ് ഓർഡേഴ്സ് എന്ന് മാത്രം നിങ്ങളൊന്ന് ആലോചിച്ച് മനസ്സിൽ വെച്ചാൽ മാത്രം മതി. ബാക്കിയൊക്കെ ഇൻ ഡെപ്തിലോട്ട് നമ്മൾ ഫോർവേഡ് പൊക്കോളും. മനസ്സിലായില്ലേ? ഇവിടൊക്കെ നമുക്ക് രണ്ട് രീതിയിൽ മാത്രമേ മാർക്കറ്റിനെ ഫേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. എവിടെയൊക്കെയാണ്? ഇക്വിറ്റിയിലും നമുക്ക്, അതുപോലെ തന്നെ ഇക്വിറ്റിയിലും നമുക്ക് ഫ്യൂച്ചേഴ്സിനെ രണ്ട് രീതിയിൽ മാത്രമേ നമുക്ക് മാർക്കറ്റിനെ ഫേസ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. ബട്ട് എന്നാൽ ഇവിടെ നമുക്ക് 4 രീതിയിൽ പറ്റിയിട്ടുണ്ട്. കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനും, കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യാനും, പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനും, പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യാനായിട്ടും. അതായത് 4 രീതിയിൽ മാർക്കറ്റിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ കഴിയുന്നു. ഏതുകൊണ്ടാണ്? ഓപ്ഷൻസ് കൊണ്ട് നമുക്കിത് പറ്റുന്നുണ്ട്. ഫ്യൂച്ചേഴ്സിൽ എങ്ങനെയാണ്? 2 രീതിയിൽ മാത്രമേ പറ്റുന്നുള്ളൂ. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതൊരു ഫ്രീ സെഷൻസ് ആണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കമന്റ്സിൽ അറിയിക്കുക, നിങ്ങൾക്ക് ഇത് എങ്ങനെ മനസ്സിലായി? സിമ്പിൾ ആയിരുന്നോ അത് വെച്ച് ടഫ് ആയിരുന്നോ? ഒന്നുകൂടെ സിംപ്ലിഫൈഡ് ആയിട്ട് പറയണമെങ്കിൽ പറയുക. തീർച്ചയായിട്ടും അടുത്ത ആഴ്ച വരുന്ന വീഡിയോ ഇത് തന്നെ ഒന്നുകൂടെ ഡൈസെക്ട് ചെയ്ത് സിംപ്ലിഫൈഡ് ആക്കി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും, റൈറ്റ്? സോ നിങ്ങൾ ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ലൈവ് സെഷനിൽ ഇരുന്ന് പഠിക്കുന്ന പോലെ തന്നെ ഒരു ഫീല് ചെയ്യണം. സോ നമുക്ക് 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഡേഴ്സ് മനസ്സിലായിട്ടുണ്ട്. ഫ്യൂച്ചേഴ്സിലെയും ഇക്വിറ്റിയിലെയും ഫ്യൂച്ചേഴ്സിലെയും ഓപ്ഷൻസിലെയും മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് നേരെ ഒന്ന് ഡിമാറ്റ് അക്കൗണ്ടിൽ പോയിട്ട് ഡയറക്ട്ലി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ജസ്റ്റ് ലൈക്ക് ഓർഡേഴ്സ് പോകുന്നത് എന്ന് മാത്രം. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വരും സെഷനിലോട്ട് പോകുന്നതായിരിക്കും. ഫൈൻ, ജസ്റ്റ് ലെറ്റ്സ് സീ. സോ ഹിയർ ഇത് റിലയൻസിന്റെ സ്പോട്ട് ആണ്. നമ്മൾ ഇച്ചിരി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് സ്പോട്ട് ചാർട്ട്, ഇല്ലെങ്കിൽ റിലയൻസ് ഇക്വിറ്റി ആണിത്. ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇക്വിറ്റി നമുക്ക് ബൈ ചെയ്യാനും നമുക്ക് സെല് ചെയ്യാനും പറ്റുന്നുണ്ട്, അല്ലെ? ഇത് ബൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരുന്നത്? ഒരു ക്വാണ്ടിറ്റി നമുക്ക് ഇൻട്രാഡേയോ ഓവർനൈറ്റോ വാട്ടെവർ ഇറ്റ് ഈസ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഓപ്ഷൻ സീരീസിലാണ് നിൽക്കുന്നത്. ബേസിക്സ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റിലോ ഇല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസിലോ പ്രൈസ് ആക്ഷനിലോ സൈക്കോളജിയിലോ അല്ല കറന്റ് ഉള്ളത്. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നമുക്ക് ഇവിടെ ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ നടക്കുന്നത്? റിലയൻസിന്റെ ഒരു ക്വാണ്ടിറ്റി ബൈ ചെയ്യും. ബട്ട് ഇപ്പോൾ മാർക്കറ്റ് ഇല്ല, അതുകൊണ്ടാണ് മാർക്കറ്റ് ഓഫ് മാർക്കറ്റ് ടൈം ആണിത്, അതുകൊണ്ടാണ് നമുക്ക് നടക്കുകയില്ല. സോ ജസ്റ്റ് ലൈക്ക് നമുക്ക് ഇവിടെ ബൈ ചെയ്യാനായിട്ട് കഴിയുന്നു, അതുപോലെ തന്നെ നമുക്കിവിടെ സെല്ല് ചെയ്യാനായിട്ടും കഴിയുന്നു. ഇതാണ് നമുക്ക് റിലയൻസ് ചെയ്യാനായിട്ട് കഴിയുന്നത്. ഇക്വിറ്റിയിൽ സെല്ല് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ് പ്രശ്നം? ഇൻട്രാഡേയിൽ മാത്രമേ നമുക്കത് പറ്റുകയുള്ളൂ. ബട്ട് എന്നാൽ റിലയൻസിലോ റിലയൻസിന്റെ ഫ്യൂച്ചേഴ്സിലോ എന്താ നമുക്ക് പറ്റുന്നത്? ഇത് നമുക്ക് ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം ഓർത്തേക്കുക, അതില് റിലയൻസ് നമുക്കിത് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഷോർട്ട് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ കഴിയും. ഇക്വിറ്റിയിൽ ആ ഒരു കാര്യം നമുക്ക് പോസിബിൾ അല്ലായിരുന്നു. ഷോർട്ട് സെല്ല് ചെയ്യുകയാണെങ്കിൽ ഇൻട്രാഡേ കൊണ്ട് നമ്മൾ അത് എക്സിറ്റ് ആവും, ഇല്ലെങ്കിൽ ഓട്ടോ സ്ക്വയർ ഓഫ് ആകുന്നതായിരിക്കും. എല്ലാവർക്കും ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇച്ചിരി മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഓപ്ഷൻസിൽ എന്തൊക്കെയാണ്? കോൾ ഓപ്ഷനും ഉണ്ട്, CE, അതുപോലെ തന്നെ പുട്ട് ഓപ്ഷനും ഉണ്ട്, PE എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ കണ്ടോ, റിലയൻസ് സെപ്റ്റംബർ 2400 CE. അതെന്താണെന്നൊക്കെ നമുക്ക് പഠിക്കാം. ജസ്റ്റ് ഓർഡേഴ്സ് മാത്രം നമ്മളൊന്ന് മനസ്സിലാക്കുകയാണ്. സോ റിലയൻസ് 2400 സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, റിലയൻസ് 2400 PE. കണ്ടോ, ഞാൻ ഈ PE കൂടെ ആഡ് ചെയ്തു. സോ നമുക്ക് റിലയൻസിന്റെ ഈ 2 ഓപ്ഷൻസ് ഇവിടെ കിടക്കുന്നു. CE എന്ന് പറയുന്നത് എന്താണ്? കോൾ ഓപ്ഷൻ ആണ്. PE എന്ന് പറയുന്നതോ പുട്ട് ഓപ്ഷൻ ആണ്. അപ്പൊ ഇത് കണ്ടോ, ഇത് ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും പറ്റുന്നുണ്ട്, അതുപോലെ തന്നെ ഇത് ബൈ ചെയ്യാനും ഇത് സെല്ല് ചെയ്യാനും പറ്റുന്നുണ്ട്. എന്തിനാണ് നമുക്ക് 2 രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെ നമ്മൾ 4 രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നത് എന്നൊരു ചോദ്യം മനസ്സിലുണ്ടെങ്കിൽ, ജസ്റ്റ് കൂൾ ഡൗൺ, പേഷ്യൻസ്. ഒരു ട്രേഡറിന് വേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്താണ്? പേഷ്യൻസ് ആണ്. സോ ജസ്റ്റ് കൂൾ ഡൗൺ ചെയ്യുക, നമുക്ക് അതിന്റെ കൂടെ അങ്ങോട്ട് പോകാവുന്നതാണ്. സോ മനസ്സിലായില്ലേ? ഈ 4 രീതിയിൽ നമുക്ക് ഇവിടെ അപ്രോച്ച് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഓപ്ഷൻസിൽ ഇൻ ഡെപ്ത് നമ്മൾ അടുത്തടുത്ത സെഷൻസിലോട്ട് നമ്മൾ പോകുന്നതായിരിക്കും. ഇതാണ് ടൈപ്സ് ഓഫ് ഓർഡേഴ്സ് ഇൻ ഡെറിവേറ്റീവ്സ് എന്ന് നമുക്ക് മനസ്സിലായി. സോ ദാറ്റ്സ് ഇറ്റ്. നമ്മളുടെ ഇന്നത്തെ സെഷൻ ഇത്രയും മാത്രമാണ്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താഴെ ലിങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ്, നമ്മുടെ സോഷ്യൽ മീഡിയാസിന്റെ ലിങ്ക്സ് എല്ലാം തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ ജോയിൻ ചെയ്യുന്നതാണ്. നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അതിന്റെ ലിങ്കും താഴെയുണ്ട്. ആൻഡ് ഓൾസോ നമ്മുടെ കോഴ്സസിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും അതിന്റെ ലിങ്ക് താഴെ തന്നെയുണ്ട്. ദെൻ താഴെ കൊടുത്തേക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാവുന്നതും കൂടെയാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. അപ്പോൾ അടുത്ത ആഴ്ച കാണാം. നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പറയുക, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നോ, ഇല്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കുക, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. സീ യു ദേർ ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.